എല്ലാവർക്കും ദ ടീച്ചർ എഡ്യൂക്കേറ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക്കാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 അല്ലെങ്കിൽ RTE ആക്ട് 2009. ഇത് ഒരുപാട് എക്സാമിന് ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. പാർട്ട് 3 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 3യിലാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. അതിലെ ആർട്ടിക്കിൾ 21A ആണ് റൈറ്റ് ടു ഫ്രീ ആൻഡ് കമ്പൾസറി പ്രൈമറി എഡ്യൂക്കേഷൻ ബിറ്റ്വീൻ 6 to 14 ഇയേഴ്സ് ഓഫ് ഏജ് എന്നുള്ള ഫണ്ടമെന്റൽ റൈറ്റ് അല്ലെങ്കിൽ മൗലിക അവകാശം ഉള്ളത്. എഡ്യൂക്കേഷൻ ആസ് എ ഫണ്ടമെന്റൽ റൈറ്റ് അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്നത് ഒരു മൗലിക അവകാശമാണ്. എങ്ങനെയാണ് ഈ RTE ആക്ട് നിലവിൽ വന്നതെന്ന് അറിയണ്ടേ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യുന്ന സമയത്ത് ആർട്ടിക്കിൾ 45 എന്നത് ഫ്രീ ആൻഡ് കമ്പൾസറി പ്രൈമറി എഡ്യൂക്കേഷൻ ആയിരുന്നു. പക്ഷേ അത് പൂർണ്ണമായിട്ടും പ്രാബല്യത്തിൽ വരുത്താൻ ഒരു സർക്കാരുകൾക്കും സാധിച്ചില്ല. അതുകൊണ്ട് അതിനെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പുതിയൊരു മൗലിക അവകാശമായിട്ട് തീർക്കാൻ വേണ്ടി പല പ്രവർത്തനങ്ങളും നടന്നതിന്റെ ഫലമായിട്ടാണ് RTE ആക്ട് നിലവിൽ വന്നത്. ആദ്യം ഇത് ബില്ലായിട്ട് ക്യാബിനറ്റിൽ അവതരിപ്പിച്ച ദിവസമാണ് 2 ജൂലൈ 2009. അതായത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ക്യാബിനറ്റിൽ അവതരിപ്പിച്ചത് 2 ജൂലൈ 2009. അത് രാജ്യസഭ ഈ ബില്ല് പാസ്സാക്കിയത് 20 ജൂലൈ 2009. ലോകസഭ ബില്ല് പാസ്സാക്കിയ ദിവസമാണ് 4 ഓഗസ്റ്റ് 2009. ഇതെല്ലാം പാസ്സായ ശേഷമാണ് ഈ ബില്ല് പ്രസിഡന്റിന്റെ അംഗീകാരത്തോടു കൂടി ഒരു നിയമമായിട്ട് പ്രാബല്യത്തിൽ വന്ന് 26 ഓഗസ്റ്റ് 2009. അതായത് the bill was approved by the cabinet on 2 July 2009 and Rajya Sabha passed the bill on 20 July 2009. Lok Sabha passed the bill on 4th August 2009 and it received presidential assent and notified as a law on 26th August 2009. And finally, the law came into effect in the whole of India on 1st April 2010 except Jammu Kashmir. ജമ്മു കാശ്മീർ ഒഴികെ ബാക്കി ഉള്ള എല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും യൂണിയൻ ടെറിട്ടറികളിലും റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നിലവിൽ വന്നത് എന്നാണ് 1st ഏപ്രിൽ 2010. ജമ്മു കാശ്മീർ യൂണിയൻ ടെറിട്ടറി ആയിട്ട് 2019 പ്രഖ്യാപിച്ചതിന് ശേഷമാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നിലവിൽ വന്നത്. Thus, India became one of the 135 countries to make education as a fundamental right of every child. അങ്ങനെ ഇന്ത്യ ലോകത്തുള്ള 135 രാജ്യങ്ങളിൽ ഒരു രാജ്യമായിട്ട് മാറി. എന്തിന്? എഡ്യൂക്കേഷൻ എന്നുള്ളത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് അംഗീകരിച്ചതിൽ, അതായത് വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായിട്ട് അംഗീകരിച്ച 135 രാജ്യങ്ങളിൽ ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ആർട്ടിക്കിൾ 21A ആണ്. അപ്പോൾ ആർട്ടിക്കിൾ 21A എന്താണ് പറയണത്? To provide free and compulsory primary education to all children between 6 to 14 years of age. 6നും 14നും വയസ്സിന് ഇടയിലുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധവുമായിട്ടുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകണം എന്നതാണ് മൗലിക അവകാശമായിട്ട് ഇന്ത്യ അംഗീകരിച്ചത്. ആ സമയത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്നു പ്രതിഭ പാട്ടീൽ, പ്രൈം മിനിസ്റ്റർ ഡോക്ടർ മൻമോഹൻ സിംഗ്. അപ്പോൾ ഈ രണ്ടുപേരുടെയും പേര് ഓർത്തിരിക്കുക. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നിലവിൽ വന്നപ്പോൾ പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗും പ്രസിഡന്റ് പ്രതിഭ പാട്ടീലുമാണ്. The right to education of persons with disabilities until 18 years of age is laid down under a separate legislation, the Persons with Disabilities Act 2016. അതായത് അംഗവൈകല്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസം എന്ന മൗലിക അവകാശം ഒരു സെപ്പറേറ്റ് ലെജിസ്ലേഷൻ ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അതിനുള്ള ആക്ടാണ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 2016 എന്നുള്ളത്. This act replaced the existing Persons with Disabilities Act 1995. 1995 നിലവിലുണ്ടായിരുന്ന പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് എന്നതിനെ മാറ്റിക്കൊണ്ടാണ് പുതിയ ആക്ട് നിലവിൽ വന്നത്. അപ്പം നമുക്ക് നിലവിലുള്ളത് ഏതാണ്? റൈറ്റ് ടു പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 2016. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിനോടനുബന്ധിച്ച് നമുക്ക് പ്രധാനമായിട്ടും 3 ആർട്ടിക്കിളാണ് പഠിക്കാനുള്ളത്. ആർട്ടിക്കിൾ 21A, ഇത് 86th അമെൻമെന്റ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ആർട്ടിക്കിൾ 21A ആഡ് ചെയ്തേക്കുന്നത് ഏതാണ്? ടു പ്രൊവൈഡ് ഫ്രീ ആൻഡ് കമ്പൾസറി പ്രൈമറി എഡ്യൂക്കേഷൻ ടു ഓൾ ചിൽഡ്രൻ ബിറ്റ്വീൻ 6 to 14 ഇയേഴ്സ് ഓഫ് ഏജ്. അടുത്തത് ആർട്ടിക്കിൾ 45 ECCE, അതായത് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ
അടുത്തതാണ് ആർട്ടിക്കിൾ 51A(k). ഡ്യൂട്ടി ഓഫ് ദ പേരൻസ് ടു അഡ്മിറ്റ് ദ ചൈൽഡ് ഇൻ ദ എലിമെന്ററി സ്കൂൾ ഫോർ എഡ്യൂക്കേഷൻ ബിറ്റ്വീൻ 6 to 14 years of age. 6 to 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികളെ നിർബന്ധമായിട്ടും സ്കൂളിൽ ചേർക്കേണ്ടത് മാതാപിതാക്കളുടെയോ രക്ഷാകർത്താക്കളുടെയോ ഉത്തരവാദിത്തമാണ്. ഇത് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 51A(k). ഈ 3 ആർട്ടിക്കിളും പഠിച്ചിരിക്കുക. നമുക്ക് എന്താണ് ഈ ഫ്രീ എഡ്യൂക്കേഷൻ, എന്താണ് കമ്പൽസറി എഡ്യൂക്കേഷൻ എന്നുള്ളത് നോക്കാം. Free education means any child admitted in the school will not be required to pay any kind of fee or expenses, that means tuition fee, uniform, books, study materials, etc., which may prevent him or her for pursuing and completing elementary education. അതായത് പ്രാഥമിക വിദ്യാഭ്യാസം നേടുന്നതിൽ നിന്ന് കുട്ടികളെ തടയുന്ന രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഫീസ്, ട്യൂഷൻ ഫീസായിട്ടോ യൂണിഫോമിൻ്റെ പേരിലോ ബുക്കുകളുടെ പേരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പാഠ്യവസ്തുക്കളുടെ പേരിലോ യാതൊരു ഫീസും കുട്ടികളിൽ നിന്ന് ഈടാക്കാൻ പാടില്ല എന്നുള്ളതാണ് ഫ്രീ എഡ്യൂക്കേഷൻ എന്നുള്ളത്, അതായത് സൗജന്യ വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് കമ്പൽസറി എഡ്യൂക്കേഷൻ എന്താണെന്ന് നോക്കാം. It casts an obligation on the appropriate government and local authorities to provide and ensure admission, attendance and completion of elementary education by all children in the age group of 6 to 14 years of age. കമ്പൽസറി എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാതാപിതാക്കളോ രക്ഷാകർത്താക്കളോ കുട്ടികളെ നിർബന്ധമായും സ്കൂളിൽ ചേർക്കുകയും ഗവൺമെൻറ്റോ ലോക്കൽ അതോറിറ്റീസോ കുട്ടികൾ സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്നുണ്ട്, അവരുടെ അറ്റൻഡൻസ് അവർ നിർബന്ധമായിട്ടും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നുണ്ട് എന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പരിശോധിക്കുകയും ചെയ്യണം. അത് അവരുടെ കർത്തവ്യവും ഉത്തരവാദിത്വമാണ്. ഇതാണ് കമ്പൽസറി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നിർബന്ധിത വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാതാപിതാക്കളോ അല്ലെങ്കിൽ രക്ഷിതാക്കളോ നിർബന്ധമായിട്ടും ഈ കുട്ടികളെ സ്കൂളിൽ ചേർക്കുകയും സ്കൂളിൽ ചേർത്ത കുട്ടികൾ അറ്റൻഡൻസ് ഉണ്ടോ, അവർ ഈ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നുണ്ടോ എന്നൊക്കെ ഉത്തരവാദിത്തോടെ നോക്കേണ്ടത് ആരാണ്? സർക്കാരാണ്. ഇപ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ എന്താണ്, കമ്പൽസറി എഡ്യൂക്കേഷൻ എന്താണെന്ന് മനസ്സിലായോ? ഇനി നമുക്ക് സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്നുള്ളത് 38 സെക്ഷൻസ് ആയിട്ടാണ് ഗവൺമെൻറ് പുറത്തിറക്കിയിരിക്കുന്നത്. ഓരോ സെക്ഷൻസും ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മേജറായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. First one, children between 6 to 14 years are to be provided free and compulsory primary education. 6 to 14 വയസ്സ് ഇടയിലുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണം. സ്കൂൾ മസ്റ്റ് നോട്ട് ഫെയിൽ കിഡ്സ് അപ് ടു ക്ലാസ് 8. 8ാം ക്ലാസ് വരെ കുട്ടികളെ തോൽപ്പിക്കാൻ പാടില്ല. പെനാൽറ്റീസ് ഫോർ ടേക്കിംഗ് ഫീസ് ഓർ എനി ക്യാപിറ്റേഷൻ ഫീസ്, എന്തെങ്കിലും തരത്തിലുള്ള ഫീസ് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ക്യാപിറ്റേഷൻ ഫീ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ സ്കൂളുകൾക്ക് പെനാൽറ്റി ചുമത്തുന്നതായിരിക്കും. പെനാൽറ്റീസ് ഫോർ സബ്ജക്റ്റിംഗ് ചിൽഡ്രൻ ഓർ പേരൻസ് ടു സ്ക്രീനിങ് പ്രൊസീജിയേഴ്സ്. നോ ഇൻ്റർവ്യൂ ഓഫ് ദ ചൈൽഡ് ഓർ പേരൻറ് ഫോർ അഡ്മിഷൻ. കുട്ടികളെയോ രക്ഷാകർത്താക്കളെയോ ഒരു തരത്തിലുള്ള സ്ക്രീനിങ് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂയോ ക്വസ്റ്റനിങ്ങോ അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള ചോദ്യം ചെയ്യലുകളോ അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടി എടുക്കാൻ പാടില്ല. പെനാൽറ്റീസ് ഫോർ കരിക്കുലം നോട്ട് ബീങ് കൺസിസ്റ്റന്റ് വിത്ത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. സ്കൂൾ കരിക്കുലം നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ അതിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ പെനാൽറ്റി അല്ലെങ്കിൽ പിഴ ഈടാക്കുന്നതായിരിക്കും. Private schools must provide 25% seats to a weaker sections of the society. പ്രൈവറ്റ് സ്കൂളുകൾ എങ്ങനെയാണ്? അവരുടെ 25% സീറ്റുകൾ സമൂഹത്തിലെ താഴേക്കിടയിലുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കപ്പെടണം. അടുത്തത്, appropriately trained teachers should be appointed in the school and teachers who are not adequately qualified have 5 years to acquire necessary qualifications. ക്വാളിഫിക്കേഷൻസ് ഉള്ള ടീച്ചേഴ്സിനെ മാത്രമേ സ്കൂളിൽ നിയമിക്കാവുള്ളൂ. ഇനി സ്കൂളിൽ ഓൾറെഡി നിയമനം ഉള്ള ടീച്ചർമാർക്ക് 5 വർഷം സമയം കൊടുക്കണം വേണ്ട ക്വാളിഫിക്കേഷൻസ് അക്വയർ ചെയ്യാൻ വേണ്ടി. റണ്ണിങ് ഓഫ് സ്കൂൾസ് വിത്തൗട്ട് റെക്കഗ്നിഷൻ ആൻഡ് പ്രൈവറ്റ് ട്യൂഷൻ ബൈ ടീച്ചേഴ്സ്. അംഗീകാരം ഇല്ലാതെ സ്കൂളുകൾ നടത്താൻ പറ്റത്തില്ല. പ്രൈവറ്റ് ട്യൂഷൻ ടീച്ചർമാർക്ക് അനുവദനീയവുമല്ല. അടുത്തത്, അപ്രോപ്രിയേറ്റ് ടീച്ചർ പ്യൂപ്പിൾ റേഷ്യോ. കുട്ടികളുടെ എണ്ണത്തിനനുസൃതമായിട്ടായിരിക്കണം ടീച്ചർമാരെ സ്കൂളുകൾ നിയമിച്ചിരിക്കുന്നത്. കരിക്കുലം ഷുഡ് എൻഷ്യൂർ ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് ദ ചൈൽഡ്. കുട്ടികളുടെ സമഗ്രമായ വികസനത്തെ അടിസ്ഥാനമാക്കിയായിരിക്കണം ഓരോ സ്കൂൾ കരിക്കുലവും ഫ്രെയിം ചെയ്തിരിക്കുന്നത്.
പ്രൊഹിബിറ്റ്സ് ഫിസിക്കൽ പണിഷ്മെന്റ് ആൻഡ് മെന്റൽ ഹറാസ്മെന്റ്. കുട്ടികളെ ശാരീരികമായോ മാനസികമായിട്ടോ യാതൊരു രീതിയിലും ഉപദ്രവിക്കാൻ പാടില്ല. It makes provisions for a non-admitted child to be admitted to an age-appropriate class. അതായത് കുട്ടികൾ സ്കൂളിൽ ഇതുവരെ ചേർന്നിട്ടില്ല എങ്കിൽ ആ കുട്ടികൾക്ക് ഏത് പ്രായത്തിനനുസരിച്ചുള്ള ക്ലാസ്സിലാണോ ഇരിക്കേണ്ടത് ആ ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതിന് TCയുടെ ആവശ്യമില്ല. അതായത് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റിൻ്റെയോ അല്ലെങ്കിൽ സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റിൻ്റെയോ ആവശ്യമില്ലാതെ കുട്ടികളെ 6 തൊട്ട് 14 വയസ്സ് വരെ ഇടയിലാണെങ്കിൽ അവൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള ക്ലാസ്സിലേക്ക് അഡ്മിഷൻ കൊടുക്കാവുന്നതാണ്. എഡ്യൂക്കേഷൻ ഷുഡ് ബി ഫ്രീ ഫ്രം ആൻസൈറ്റി, സ്ട്രെസ് ആൻഡ് ഫിയർ. വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കണം? കുട്ടികൾക്ക് പേടിയോ ടെൻഷനോ ഉണ്ടാക്കുന്ന വിധത്തിലുള്ളതായിരിക്കരുത്. സ്കൂൾ ഷുഡ് ബി ബൗണ്ട് 1 to 3 kilometers away from home. അതായത് സ്കൂൾ എങ്ങനെയായിരിക്കണം? 1 തൊട്ട് 3 കിലോമീറ്റർ വരെ ദൂരപരിധിയിലായിരിക്കണം വീടിൻ്റെ അടുത്ത് നിന്ന്. അതായത് നെയ്ബർഹുഡ് സ്കൂൾ എന്നൊക്കെ പറയില്ലേ, വീടിൻ്റെ തൊട്ടടുത്തുള്ള പ്രാഥമിക വിദ്യാലയത്തിലായിരിക്കണം കുട്ടിയെ ചേർക്കേണ്ടത്. കുട്ടികൾക്ക് പോയി വരാൻ എളുപ്പത്തിനാണ് ഇങ്ങനൊരു കാര്യം ഫണ്ടമെന്റൽ റൈറ്റിൽ ചേർത്തിരിക്കുന്നത്. അതായത് 1 തൊട്ട് 3 കിലോമീറ്റർ വരെ ദൂരപരിധിയിലായിരിക്കണം പ്രാഥമിക വിദ്യാഭ്യാസത്തിനുള്ള സ്കൂൾ സൗകര്യം ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ ഇത്രയാണ് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്നുള്ളത്. ഈ RTA ആക്ടിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമുക്ക് നോക്കാം. ബിൽഡിംഗ് ഫെസിലിറ്റീസ്. അറ്റ്ലീസ്റ്റ് 1 ക്ലാസ് റൂംസ് ഫോർ എവറി ടീച്ചർ ആൻഡ് 1 ഓഫീസ് കം സ്റ്റോർ കം ഹെഡ് ടീച്ചേഴ്സ് റൂം. ഒരു ക്ലാസ് റൂമെങ്കിലും ഓരോ ടീച്ചർക്കും ഉണ്ടായിരിക്കണം. കൂടാതെ ഓഫീസ് കം സ്റ്റോർ കം ഹെഡ് ടീച്ചേഴ്സ് റൂം, അതായത് ഓഫീസ്, സ്റ്റോർ, ഹെഡ് ടീച്ചേഴ്സിൻ്റെ റൂം, ഇതെല്ലാം കൂടി ആയിട്ട് ഒരു റൂമെങ്കിലും ഉണ്ടായിരിക്കണം. സെപ്പറേറ്റ് ടോയ്ലറ്റ് ഫോർ ഗേൾസ് ആൻഡ് ബോയ്സ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം ടോയ്ലറ്റുകൾ ഉണ്ടായിരിക്കണം. എ കിച്ചൺ വെർ മിഡ് ഡേ മീൽ ഈസ് പ്രിപ്പയർഡ്. ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു അടുക്കള ഉണ്ടായിരിക്കണം. പ്ലേ ഗ്രൗണ്ട്, കളിസ്ഥലം. സേഫ് ആൻഡ് ആഡിക്വേറ്റ് ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റീസ്. ശുദ്ധമായിട്ടുള്ള കുടിവെള്ള സൗകര്യവും സ്കൂളിലുണ്ടായിരിക്കണം. അടുത്തത്, സ്കൂൾ ഷുഡ് ബി അറൌണ്ട് 1 to 3 kilometers ഫ്രം ഹോം. 1 തൊട്ട് 3 കിലോമീറ്റർ ദൂരപരിധിയിലായിരിക്കണം കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസ സൗകര്യത്തിനുള്ള സ്കൂള്. ഇത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. ഓരോ 5 കിലോമീറ്ററിനിടയിലെങ്കിലും ഒരു പ്രാഥമിക വിദ്യാലയം നിർമ്മിക്കുക എന്നുള്ളത്. അടുത്തത്, മിനിമം നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ്. 200 വർക്കിംഗ് ഡേയ്സ് ഫോർ 1 to 5th ക്ലാസ്. 1 തൊട്ട് 5ാം ക്ലാസ് വരെയാണെങ്കിൽ എത്ര ദിവസമാണ്? 200 വർക്കിംഗ് ഡേയ്സ് ഉണ്ടായിരിക്കണം. 220 വർക്കിംഗ് ഡേയ്സ് ഫോർ 6 to 8th ക്ലാസ്. 6 തൊട്ട് 8ാം ക്ലാസ് വരെ എത്ര വർക്കിംഗ് ഡേ ആണ്? 220 വർക്കിംഗ് ഡേയ്സ്. അടുത്തത്, ഇൻസ്ട്രക്ഷണൽ അവേഴ്സ്. 800 ഇൻസ്ട്രക്ഷണൽ അവേഴ്സ് പെർ അക്കാഡമിക് ഇയർ ഫോർ 1st to 5th ക്ലാസ്. 1 തൊട്ട് 5ാം ക്ലാസ് വരെ 800 ഇൻസ്ട്രക്ഷണൽ അവേഴ്സ് അല്ലെങ്കിൽ അധ്യാപന മണിക്കൂറുകളാണ് ആവശ്യം ഒരു വർഷത്തിൽ. 1000 ഇൻസ്ട്രക്ഷണൽ അവേഴ്സ് പെർ അക്കാഡമിക് ഇയർ ഫോർ 6th to 8th ക്ലാസ്. 6 തൊട്ട് 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് 1000 ഇൻസ്ട്രക്ഷണൽ അവേഴ്സ് ആണ് ഒരു അക്കാഡമിക് ഇയറിൽ വേണ്ടത്. അടുത്തത്, മിനിമം നമ്പർ ഓഫ് വർക്കിംഗ് അവേഴ്സ് പെർ വീക്ക് ഫോർ ദ ടീച്ചർ ഷുഡ് ബി 45. ഒരാഴ്ചയിൽ 45 വർക്കിംഗ് അവേഴ്സ് ഇൻക്ലൂഡിംഗ് പ്രിപ്പയറിംഗ് അവേഴ്സ്. പാഠ്യപദ്ധതി തയ്യാറാക്കാൻ വേണ്ടിയുള്ള സമയവും കൂടെ ചേർത്തിട്ടാണ് 45 വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത്, ലൈബ്രറി ഫെസിലിറ്റി. ദർ ഷാൽ ബി എ ലൈബ്രറി ഇൻ ദ സ്കൂൾ പ്രൊവൈഡിംഗ് ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻസ്, ബുക്സ് ഇൻക്ലൂഡിംഗ് സ്റ്റോറി ബുക്സ്. എങ്ങനത്തുള്ള ലൈബ്രറി ആയിരിക്കണം? പത്രങ്ങളും മാഗസിനുകളും കഥപുസ്തകങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ലൈബ്രറി സൗകര്യം സ്കൂളുകൾക്ക് ഉണ്ടായിരിക്കണം. അടുത്തത്, പീപ്പിൾ ടീച്ചർ റേഷ്യോ, അതായത് PTR റേഷ്യോ, അതായത് വിദ്യാർത്ഥി അധ്യാപിക അനുപാതം. പ്രൈമറി സ്കൂളിന് 30:1, അതായത് 30 കുട്ടികൾക്ക് ഒരു അധ്യാപിക. അപ്പർ പ്രൈമറി സ്കൂളിന് 35:1. അപ്പർ പ്രൈമറിക്ക് എങ്ങനെയാണ്? 35 കുട്ടികൾക്ക് ഒരു അധ്യാപിക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കുക. ഇത്രയാണ് RTA ആക്ടിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ടോപ്പിക്ക് മനസ്സിലായെന്ന് അറിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു RTA ആക്ട്, ചിൽഡ്രൻ ഓഫ് വിച്ച് ഏജ് ഗ്രൂപ്പ് ഈസ് ടു ബി ഗിവൺ ഫ്രീ ആൻഡ് കമ്പൾസറി പ്രൈമറി എഡ്യൂക്കേഷൻ? ഓപ്ഷൻസ്: 6 to 14 years, 6 to 17 years, 8 to 16 years, 6 to 15 years. ഏതാണ് ഏജ് ഗ്യാപ്പ്? 6 തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഫ്രീ ആൻഡ് കമ്പൾസറി പ്രൈമറി എഡ്യൂക്കേഷൻ നൽകേണ്ടത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്, 6 to 14 years ഓഫ് ഏജ്. അടുത്ത ക്വസ്റ്റ്യൻ,
As per RTE Act, a primary school should be located within how many kilometers from your house? Options: 2 kilometer, 1 kilometer, 3 kilometer, 5 kilometer. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരം വീടിൻ്റെ അടുത്തുനിന്ന് എത്ര കിലോമീറ്റർ ചുറ്റളവിലായിരിക്കണം ഒരു പ്രാഥമിക വിദ്യാലയം ഉണ്ടായിരിക്കേണ്ടത്? എത്ര കിലോമീറ്റർ ആണ്? 1 കിലോമീറ്റർ. അതായത് പ്രൈമറി സ്കൂൾ 1 കിലോമീറ്റർ ചുറ്റളവിലും UP സ്കൂള് 3 കിലോമീറ്ററിൻ്റെ ചുറ്റളവിലും ഉണ്ടായിരിക്കണമെന്നാണ് RTE ആക്ട് പറയുന്നത്. As per Section 6 of RTE Act, area or limits of neighborhood school as 1 kilometer within which a primary school and 3 kilometer within which an upper primary school has to be established. ഇമ്പോർട്ടൻ്റ് ആണ്. 1 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു പ്രൈമറി സ്കൂളും 3 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു UP സ്കൂളും ഉണ്ടായിരിക്കണം എന്നാണ് RTE ആക്ട് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ആർട്ടിക്കിൾ 45 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ഓപ്ഷൻസ്: NPE, ECCE, RTE, പ്രൈമറി എഡ്യൂക്കേഷൻ. എന്താണ് ആർട്ടിക്കിൾ 45? ആർട്ടിക്കിൾ 45 ഡിനോട്ട് ചെയ്യുന്നതാണ് ECCE, അതായത് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. The state shall endeavour to provide early childhood care and education for all children until they complete the age of 6 years. 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള പരിചരണത്തെക്കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 45 ECCE, ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി സെക്ഷൻസ് ആർ ദെയർ ഇൻ ദ RTE ആക്ട്? RTE ആക്ടിൽ എത്ര സെക്ഷൻസ് ഉണ്ട്? ഓപ്ഷൻസ്: 48, 36, 39, 38. എത്ര സെക്ഷൻസ് ആണുള്ളത്? 38 സെക്ഷൻസ് ആണുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അമെൻമെന്റ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആഡഡ് RTE ആക്ട്? എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്? ഓപ്ഷൻസ്: 42nd അമെൻമെന്റ്, 44th അമെൻമെന്റ്, 86th അമെൻമെന്റ്, 82nd അമെൻമെന്റ്. ആൻസർ: 86th അമെൻമെന്റ്. 86ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു the duty of the parents to admit the child between 6 to 14 years of age in the elementary schools for education? 6 തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികളെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് വിദ്യാലയങ്ങളിൽ ചേർക്കേണ്ടത് മാതാപിതാക്കളുടെയോ രക്ഷാകർത്താക്കളുടെയോ ഉത്തരവാദിത്തമാണെന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഓപ്ഷൻസ്: ആർട്ടിക്കിൾ 51A, ആർട്ടിക്കിൾ 51AK, ആർട്ടിക്കിൾ 51AJ, ആർട്ടിക്കിൾ 21A. ഏതാണ് ആൻസർ? ആർട്ടിക്കിൾ 51AK. അടുത്ത ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു RTE ആക്ട് 2009, what should be the pupil teacher ratio between the classes 6th to 8th? 6 തൊട്ട് 8ാം ക്ലാസ് വരെ അധ്യാപക വിദ്യാർത്ഥി അനുപാതം എത്രയാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരം? ഓപ്ഷൻസ്: 30:1, 35:1, 40:1, 45:1. ഏതാണ് ആൻസർ? ആൻസർ 35:1. അടുത്ത ക്വസ്റ്റ്യൻ, PWD ആക്ട് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ. ഓപ്ഷൻസ്: 1993, 1994, 1995, 1996. ഏത് വർഷമാണ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആക്ട് നിലവിൽ വന്നത്? 1995. ഈ ആക്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയൊരു ആക്ട് വന്നില്ലേ, അതാണ് റൈറ്റ് ടു പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 2016. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വെൻ വാസ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പാസ്ഡ് RPWD ആക്ട്? അതായത് റൈറ്റ് ടു പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് നിലവിൽ വന്നത് എന്നാണ്? ആൻസർ: December 14th, 2016. ഇനി എന്താണ് ഈ RPWD ആക്ട് എന്ന് നോക്കിയാലോ? It is a law which radically explained the scope of which people with disabilities are empowered and recognized in the society and are given opportunities to achieve their potential. ഏതെങ്കിലും തരത്തിലുള്ള അംഗവൈകല്യമുള്ള വ്യക്തികൾക്ക് സമൂഹത്തിൽ വേണ്ട അംഗീകാരം നേടാനും അവരുടെ കഴിവുകൾ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ആക്ടാണ് RPWD ആക്ട് 2016, അല്ലെങ്കിൽ റൈറ്റ് ടു പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 2016. ഇപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കോൺസെപ്റ്റും പഠിച്ചു. ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
കൂടുതൽ വീഡിയോകൾക്കായിട്ട് ദ ടീച്ചർ എഡ്യൂക്കേറ്റർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്യുക. മറക്കാതെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. താങ്ക്